Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSC നമ്മുടെ മെക്കാനിക്കലിൻ്റെ വിവിധ തരം എക്സാംസ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി പമ്പ് ഓപ്പറേറ്റർ നമുക്കറിയാം 50 മാർക്കിന് ഇലക്ട്രിക്കലും 50 മാർക്കിന് മെക്കാനിക്കൽ പോർഷൻസും വരുന്നുണ്ട്. അതുപോലെ ലെക്ചർ ഇൻ പോളിടെക്നിക് മെക്കാനിക്കൽ അതിൽ നമുക്ക് മെക്കാനിക്കലിൻ്റെ ഫുൾ സിലബസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ തന്നെ ടെക്നിക്കൽ മാത്സ് വരുന്നുണ്ട്, ബേസിക് സിവിൽ വരുന്നുണ്ട്, ബേസിക് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും മെക്കാനിക്കലും അതുപോലെ എക്സ്റ്റൻഷ്യൽ ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോർഷൻസിൻ്റെ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയവർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 മെക്കാനിക്കൽ വിളിച്ചിട്ടുണ്ട്. അതുപോലെ AMVI ഇതിൻ്റെ എല്ലാം നമുക്ക് ഈ എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1 സെക്ഷനാണ് നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഒരു 1 hour നമുക്ക് നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും അതായത് എല്ലാ എക്സാംസിനും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സും അപ്പോൾ നമ്മുടെ പമ്പ് ഓപ്പറേറ്ററിനെയും എല്ലാം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ലൈവായിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. സോ അതിന് ഇൻട്രസ്റ്റ് ആയുള്ളവരെല്ലാവരും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. നിങ്ങൾ ആ ലിങ്ക് ഫോളോ ചെയ്ത് നമ്മുടെ റെഫറൽ കോഡായ CINUANCI എന്ന റെഫറൽ കോഡ് ടൈപ്പ് ചെയ്ത് നമ്മുടെ ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ആവുക. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ, ലാസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നത്തെ നമ്മുടെ 50 ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹീറ്റ് എഞ്ചിൻ ഇൻ വിച്ച് ദ സിലിണ്ടേഴ്സ് ആർ അറേഞ്ച്ഡ് വെർട്ടിക്കലി ഈസ് കോൾഡ് ഡാഷ്. ദ ഹീറ്റ് എഞ്ചിൻ ഇൻ വിച്ച് ദ സിലിണ്ടേഴ്സ് ആർ അറേഞ്ച്ഡ് വെർട്ടിക്കലി, സിലിണ്ടേഴ്സിനെ വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഹീറ്റ് എഞ്ചിനെ പറയുന്ന പേരെന്താണ്? ഹൊറിസോണ്ടൽ എഞ്ചിൻ, ഒപ്പോസ്ഡ് എഞ്ചിൻ, റേഡിയൽ എഞ്ചിൻ, ഇൻലൈൻ എഞ്ചിൻ. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻലൈൻ എഞ്ചിൻ. ഓപ്ഷൻ ഡി ആണ്. എന്താണ്? ഇൻലൈൻ എഞ്ചിൻ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ സിലിണ്ടർ ബ്ലോക്ക് ആൻഡ് ക്രാങ്ക് കേസ് ആർ കാസ്റ്റ് ഇൻ ടു സിംഗിൾ പീസ് ഈസ് കോൾഡ് ഡാഷ്. സിലിണ്ടർ ബ്ലോക്കും ക്രാങ്ക് കേസും കാസ്റ്റ് ചെയ്ത് ഒരു സിംഗിൾ പീസാക്കി അതിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ബ്ലോക്ക് ആണോ, ഹോളോ ബ്ലോക്ക് ആണോ, സോളിഡ് ബ്ലോക്ക് ആണോ, ഇൻറ്റഗ്രൽ ബ്ലോക്ക് ആണോ? ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റഗ്രൽ ബ്ലോക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, more clearance volume will lead to, more clearance volume will lead to combustion incomplete ആണോ, high compression ratio, low compression ratio, excessive compression temperature. ക്ലിയറൻസ് വോളിയം കൂടുതലാണെങ്കിൽ അതിലേക്ക് നയിക്കും? ഇറ്റ് വിൽ ലീഡ് ടു ലോവർ കംപ്രഷൻ റേഷ്യോ കുറയ്ക്കും. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഈ കാർ ഈസ് പവേർഡ് ബൈ 1.4 ലിറ്റർ എഞ്ചിൻ. വാട്ട് ഡസ് 1.4 ലിറ്റർ റെപ്രസെൻറ്റ്സ്? 1.4 ലിറ്റർ എഞ്ചിനാണ് കാറിൽ പവർ ചെയ്തിരിക്കുകയാണെങ്കിൽ എന്താണ് 1.4 ലിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഹോഴ്സ് പവർ ആണോ, എഞ്ചിൻ്റെ ടോർക്കാണോ, എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി ആണോ, അതിൻ്റെ ബോർ ഡയമീറ്റർ ആണോ? എന്താണ്? എഞ്ചിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി ആണ്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ 2-stroke സൈക്കിൾ എഞ്ചിൻ പ്രൊഡ്യൂസസ് 1 പവർ സ്ട്രോക്ക്. എപ്പോഴാണ് 2-stroke സൈക്കിൾ എഞ്ചിന് 1 പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈച്ച് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്, 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലാണോ, 3 റെവല്യൂഷനിലാണോ, അത് 4 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലാണോ? ഏതാണ്? ഓപ്ഷൻ എ, ഈച്ച് റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് നമ്മൾ 2-stroke എഞ്ചിൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 1 പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സിലിണ്ടർ ഹെഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഇറ്റ് ഈസ് കാസ്റ്റ് അയൺ. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഓട്ടോ സൈക്കിൾ ദ അഡീഷൻ ഓഫ് ഹീറ്റ് ടേക്ക് പ്ലേസ് അറ്റ്. അപ്പോൾ നമുക്ക് ഓട്ടോ സൈക്കിൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. തിയറി ക്ലാസ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോ സൈക്കിളിൽ അഡീഷൻ ഓഫ് ഹീറ്റ് പ്ലേസ് നടക്കുന്നത് എപ്പോഴാണ്? കോൺസ്റ്റൻറ്റ് പ്രഷർ ആണോ, കോൺസ്റ്റൻറ്റ് വോളിയം ആണോ, പാർഷ്യലി ആയിട്ട് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണോ, എനി ഓഫ് ദി എബവ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫംഗ്ഷൻ ഓഫ് ഗിയർ ബോക്സ് ഈസ് ടു. ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഗിയർ ബോക്സ് ഒരു മൊഡ്യൂളായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഗിയർ ബോക്സിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ടു ഇൻക്രീസ്, സ്പീഡ് കൂട്ടാനും ഉണ്ട്, അതുപോലെ നമ്മുടെ ടോർക്ക് കൂട്ടാനും ഉണ്ട്, ന്യൂട്രൽ പ്രൊവൈഡ് ചെയ്യാനും ഉണ്ട്. ഓൾ ഓഫ് ദി എബോവ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് റേഞ്ചസ് ഫ്രം. സ്പാർക്ക് പ്ലഗ് ഗ്യാപ്പ് ആ ഒരു റേഞ്ചസ് ഫ്രം 0.5 mm to 1 mm ആണ്. 0.5 mm to 1 mm. 1 bar ഈസ് ഈക്വൽ ടു എത്രയാണ്? 100 കിലോ പാസ്കലാണ്. 1 bar ഈസ് ഈക്വൽ ടു 100 kPa, 100 കിലോ പാസ്കലാണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കോസസ് ദ മെയിൻ ഫോഴ്സ് വിച്ച് ഓപ്പോസസ് ദ ഡ്രൈവർ വെൻ ദ ക്ലച്ച് പെഡൽ ഈസ് ഡിപ്രസ്ഡ്. അപ്പം എന്ത് കാരണം? വാട്ട് കോസസ് ദ മെയിൻ ഫോഴ്സ് നമ്മുടെ ഡ്രൈവറിനെ ഒപ്പോസ് ചെയ്യുകയാണ് വെൻ ദ ക്ലച്ച് പെഡൽ ഡിപ്രസ്ഡ്. എന്ത്? ത്രസ്റ്റ് സ്പ്രിങ്സ് ആണോ, സ്പീഡ് ഓഫ് റൊട്ടേഷൻ ആണോ, ഫ്രിക്ഷൻ ഇൻ ദ ലിങ്കേജ് ആണോ, ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ലൈനിങ്സ് ആണോ? ഏതാണ്? ദ ത്രസ്റ്റ് സ്പ്രിങ്സ് ആണ്. ഓക്കെ, അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആക്ഷൻ വിച്ച് ടേക്ക് പ്ലേസ് ഇൻ ദ ക്ലച്ച് വെൻ ദ പെഡൽ ഈസ് ഡിപ്രസ്ഡ്. എന്ത് ആക്ഷനാണ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന ക്ലച്ചിൽ പെഡൽ ഡിപ്രസ് ചെയ്യുന്ന സമയത്ത്? പ്രഷർ പ്ലേറ്റ് റെസ്റ്റ് ആവോ, ദ പ്രഷർ പ്ലേറ്റ് മൂവ്സ് എവേ ഫ്രം ദ ഫ്ലൈ വീൽ ആണോ,
ഡ്രിവൺ പ്ലേറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ ഫ്ലൈ വീൽ ആണോ, ഡ്രിവൺ പ്ലേറ്റ് സ്ലോ ഡൗൺസ് ടു ഫ്ലൈ വീൽ സ്പീഡ് ആണോ? ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പ്രഷർ പ്ലേറ്റ് മൂവ്സ് എവേ ഫ്രം ദി ഫ്ലൈ വീൽ ആണ് വരുന്നത്. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദി ഇഗ്നിഷൻ കണ്ടൻസർ. ഇഗ്നിഷൻ കണ്ടൻസറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ടു റെഡ്യൂസ് ആർക്കിംഗ് അറ്റ് ദ കോമൺ ബേസ് നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ പോയിൻറ്റ്സിൽ നമ്മുടെ ആർക്കിംഗ് എന്ന സംഭവം കുറയ്ക്കുക, അതാണ്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആംഗിൾ ത്രൂ വിച്ച് ദ വീൽ ഹാസ് ടു ടേൺ ടു സസ്റ്റെയിൻ ദ സൈഡ് ഫോഴ്സ് ഈസ് കോൾഡ് ഡാഷ്. ഏത് ആംഗിൾ? ദ ആംഗിൾ ത്രൂ വിച്ച് ദ വീൽ ഹാസ് ടു ടേൺ ടു സസ്റ്റെയിൻ ദ സൈഡ് ഫോഴ്സ് ഈസ് കോൾഡ് ഡാഷ്. ക്യാമ്പർ ആംഗിൾ ആണോ, സ്ലിപ്പ് ആംഗിൾ ആണോ, റേക്ക് ആംഗിൾ ആണോ, നൺ ഓഫ് ദി എബോവ്? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഇറ്റ് ഈസ് സ്ലിപ്പ് ആംഗിൾ. ഇതാണ് സ്ലിപ്പ് ആംഗിൾ. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ പാർട്ട് ഓഫ് ആൻ ഓവർഹെഡ് വാൽവ് മെക്കാനിസം അറേഞ്ച്ഡ് ബിറ്റ്വീൻ ദ വാൽവ് ടാപ്പറ്റ് ആൻഡ് റോക്കർ ആർം ഈസ്. ദ ഓവർഹെഡ് വാൽവ് മെക്കാനിസത്തിൻ്റെ പാർട്ട് അറേഞ്ച്ഡ് ബിറ്റ്വീൻ ദ വാൽവ് ടാപ്പറ്റ് ആൻഡ് റോക്കർ ആം എന്ന് പറയുന്ന പേരാണ്. പുൾ റോഡാണോ, പുഷ് റോഡാണോ, ടൈ റോഡാണോ, പുൾ ആൻഡ് പുഷ് റോഡാണോ? ഓക്കെ, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, പുഷ് റോഡ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, പിസ്റ്റൺ റിങ്സ് ആൻഡ് സിലിണ്ടർ ലൈനേഴ്സ് ആർ. പിസ്റ്റൺ റിങ്സും സിലിണ്ടർ ലൈനേഴ്സ് ആർ എങ്ങനെയാണ്? ഡൈ കാസ്റ്റഡ് ആണോ, സാൻഡ് കാസ്റ്റഡ് ആണോ, ഹോളോ കാസ്റ്റഡ് ആണോ, സെൻട്രിഫ്യൂഗൽ കാസ്റ്റഡ് ആണോ? ഇറ്റ് ഈസ് സെൻട്രിഫ്യൂഗൽ കാസ്റ്റഡ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ട്രാൻസ്മിഷൻ യൂണിറ്റ് ഡിസിൻഗേജസ് ദ ഡ്രൈവ് ആൻഡ് പ്രൊവൈഡ് എ സ്മൂത്ത് ടേക്കപ്പ് ഓഫ് ദി ഡ്രൈവ്. അപ്പോൾ ഡിസിൻഗേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? ഇറ്റ് ഇസ് ക്ലച്ച്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്ലച്ച് പ്ലേറ്റ് അസംബ്ലി ഹാസ് എ സെൻറ്റർ സ്റ്റീൽ ഡിസ്ക് റിവറ്റഡ് വിത്ത് സ്പ്രിങ്സ് ഫോർ ഡാഷ്. എന്തിനാണ്? ഫോർ അബ്സോർബിംഗ് ഷോക്ക് ആണോ, റെഡ്യൂസിങ് നോയിസ് ആണോ, ഹയർ ഫ്ലെക്സിബിലിറ്റി, ഹയർ സ്ട്രെങ്ത്? എന്തിനു വേണ്ടിയാണ്? ഫോർ അബ്സോർബിംഗ് ഷോക്ക്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്ലച്ച് ലൈനിങ് യൂസ്ഡ് ഇൻ പ്ലേറ്റ് അസംബ്ലി ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ഡാഷ്. പ്ലേറ്റ് അസംബ്ലിയിൽ യൂസ് ചെയ്യുന്ന ക്ലച്ച് ലൈനിങ് ഹാസ് ടു വിത്ത്സ്റ്റാൻഡ് ഹൈ പ്രഷർ ആണോ, ടെമ്പറേച്ചർ ആണോ, ബോത്ത് പ്രഷറും ടെമ്പറേച്ചർ ആണോ, ദ ടോർക്ക് ആണോ? ഏതാണ്? ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ടോർക്ക്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഗിയേഴ്സ് കൺവേർട്ട് റോട്ടറി മോഷനിൽ ലീനിയർ മോഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഏത് ഗിയർ ആണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഏതാണ്? 20ാമത്തെ ക്വസ്റ്റ്യൻ, വോം ഗിയേഴ്സ് ആണോ, ഹെറിംഗ് ബോൺ ഗിയേഴ്സ് ആണോ, റാക്ക് ആൻഡ് പിനിയോൺ ആണോ, ഹെലിക്കൽ ഗിയേഴ്സ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് റാക്ക് ആൻഡ് പിനിയോൺ ഗിയേഴ്സ് ആണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഗിയേഴ്സ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് ആക്സിയൽ ട്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഏത് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ആണ്? ഇറ്റ് ഈസ് സ്പർ ഗിയേഴ്സ്. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഫിഗർ ഷോസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ ഓഫ് ദി ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ്. വിച്ച് ടൈപ്പ് ഈസ്? അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ബോക്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫിഗർ എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. സംടൈംസ് ഫിഗർ ചോദിക്കാം. അപ്പോൾ ഇതിൽ ഏത് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് ആണ് കാണിച്ചിട്ടുള്ളത്? ഏതാണ്? ഇറ്റ് ഈസ് സിംഗ്രോ മെഷ് ടൈപ്പാണ്. ഏതാണ്? സിംഗ്രോ മെഷ് ടൈപ്പ് ഗിയർ ബോക്സിൻ്റെ ഫിഗറാണ് കാണിച്ചിട്ടുള്ളത്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടേം BTDC സ്റ്റാൻഡ്സ് ഫോർ. BTDC സ്റ്റാൻഡ്സ് ഫോർ ബിഫോർ ടോപ്പ് ഡെഡ് സെൻറ്റർ. എന്താണ്? ബിഫോർ ടോപ്പ് ഡെഡ് സെൻറ്റർ. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജസ് ഓഫ് ട്യൂബ്ലെസ് ടയർ ഓവർ ട്യൂബ് ടൈപ്പ് ടയർ. എന്തിനാ? ട്യൂബ്ലെസ് ടയർ ഓവർ ട്യൂബ് ടൈപ്പ് ടയറിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്? സ്ലോ എയർ ലീക്കേജ് ആണോ, ചേഞ്ചസ് ഓഫ് റണ്ണിങ് ഫ്ലാറ്റ് ഈസ് ലെസ് ആണോ, ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി? ഓൾ ഓഫ് ദിസ്. ഇറ്റ് ഈസ് ഓൾ ഓഫ് ദിസ്. എല്ലാം അഡ്വാൻറ്റേജസ് ആണ്. സ്ലോ എയർ ലീക്കേജ് ഉണ്ട്, ചാൻസസ് ഓഫ് റണ്ണിങ് ഫ്ലാറ്റ് കുറവാണ്, ബെറ്റർ ഫ്യൂൽ എഫിഷ്യൻസി ആണ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് വാട്ടർ വിച്ച് ഈസ് ഗുഡ് ഫോർ യൂസ് ഇൻ ദ കൂളൻ്റ് ഈസ്. ഏത് വാട്ടറാണ് കൂളൻ്റായിട്ട് ഉപയോഗിക്കാൻ നല്ലതായിട്ടുള്ളത്? ആസിഡ് വാട്ടർ ആണോ, കൂൾ വാട്ടർ ആണോ, ഹാർഡ് വാട്ടർ ആണോ, സോഫ്റ്റ് വാട്ടർ ആണോ? ഏത് വാട്ടറാണ്? ഇറ്റ് സോഫ്റ്റ് വാട്ടർ. 26ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ മാനുവൽ ട്രാൻസ്മിഷൻ ടു അവോയ്ഡ് ദ നീഡ് ഫോർ ഡബിൾ ഡീക്ലച്ചിങ്? അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാനുവൽ ട്രാൻസ്മിഷനിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? മോട്ടർ ഓയിലാണോ, ഡോ ക്ലച്ച് ആണോ, ഇക്വലൈസർ ആണോ, സിങ്ക്രണൈസർ ആണോ? ഏതാണ്? ഇറ്റ് ഈസ് സിങ്ക്രണൈസർ. 27ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ നോട്ട് റിക്വയർഡ് ഇൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഇല്ലാത്തത് ഏതാണ്? ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇല്ലാത്തത്? ക്ലച്ച് പെഡലും ഗിയർ ഷിഫ്റ്റും ആണ്. ക്ലച്ച് പെഡൽ ആൻഡ് ഗിയർ ഷിഫ്റ്റ്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ചേഞ്ച് ഇൻ ഗിയർ റേഷ്യോ ഇൻ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ? സെറ്റ് ഓഫ് 4 ഗിയേഴ്സ് ആണോ, സെറ്റ് ഓഫ് 5 ഗിയേഴ്സ് ആണോ, സെറ്റ് ഓഫ് പ്ലാനറ്ററി ഗിയേഴ്സ് ആണോ, പ്ലാനറ്ററി ഹൈഡ്രോളിക്സ് ആണോ? ഏതാണ്? സെറ്റ് ഓഫ് പ്ലാനറ്ററി ഗിയേഴ്സ് ആണ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, കാർബൺ മോണോക്സൈഡ് ഇൻ ദ എക്സോസ്റ്റ് ഓഫ് എ വെഹിക്കിൾ ഷുഡ് ബി മോർ ദാൻ. എത്രയാണ്? ഷുഡ് ബി മോർ ദാൻ 0.5%. 30ാമത്തെ ക്വസ്റ്റ്യൻ, ഓളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ റേഷ്യോ ഓഫ് ഡാഷ്. എന്തിൻ്റെ റേഷ്യോ ആണ്? ഇറ്റ് ഇസ് റേഷ്യോ ഓഫ് വോളിയം ഓഫ് ചാർജ് അഡ്മിറ്റഡ് അറ്റ് NTP ടു സ്വെപ്റ്റ് വോളിയം ആണ് ഓളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, ദ കണ്ടാമിനേഷൻ ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഇൻ ആൻ എഞ്ചിൻ ടേക്ക് പ്ലേസ് ഡ്യൂ ടു. എപ്പോഴാണ് ദ കണ്ടാമിനേഷൻ ഓഫ് ലൂബ്രിക്കേറ്റിംഗ് ഇൻ ആൻ എഞ്ചിൻ ടേക്ക് പ്ലേസ് ഡ്യൂ ടു? എന്ത് കാരണം കൊണ്ടാണ്? വോൺ ഔട്ട് പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ റിങ്സ്. എന്താണ്? വോൺ ഔട്ട് പിസ്റ്റൺ ആൻഡ് പിസ്റ്റൺ റിങ്സ്. 32ാമത്തെ ക്വസ്റ്റ്യൻ, ദ
Dial bore gauge graduations are marked in both clockwise and anti-clockwise direction so as to measure dash. Dial bore gauge graduations ക്ലോക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്ത് മെഷർ ചെയ്യാനാണ്? ടോളറൻസ് ആണോ, ആക്ച്വൽ ഡയമെൻഷൻ ആണോ, അലവൻസ് ആണോ, ഡീവിയേഷൻ ആണോ? ഏതാണ്? ഇറ്റ് ഇസ് യൂസ് ടു മെഷർ ഡീവിയേഷൻ. 33ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ് ടു ചെക്ക് ടാപ്പർ ആൻഡ് ഓവാലിറ്റി ഓഫ് ക്രാങ്ക്ഷാഫ്റ്റ് ജേർണൽ? ഇൻസെറ്റ് കാലിപ്പർ ആണോ, മൈക്രോമീറ്റർ ആണോ, ബോർ ഗേജ് ആണോ, ഫീലർ ഗേജ് ആണോ? ഏതാണ്? ഇറ്റ് ഇസ് മൈക്രോമീറ്റർ. അടുത്ത 34ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫ്ലൈ വീൽ ഇൻ ആൻ എൻജിൻ സ്റ്റോർസ് എനർജി ഡ്യൂറിങ് പവർ സ്ട്രോക്ക് ആൻഡ് സപ്ലൈസ് ഡ്യൂറിങ് ഐഡിയൽ സ്ട്രോക്ക് വെർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? നമ്മുടെ എഞ്ചിൻ്റെ ഫ്ലൈ വീൽ ഇൻ ആൻ എൻജിൻ സ്റ്റോർസ് എനർജി സ്റ്റോർ ചെയ്യുന്ന ഡ്യൂറിങ് പവർ സ്ട്രോക്കും സപ്ലൈ ചെയ്യുന്ന ഡ്യൂറിങ് ഐഡിയൽ സ്ട്രോക്കും ആണ്. എവിടെയാണ് കാണുന്നത്? ഫ്രണ്ട് ഓഫ് ദി ക്രാങ്ക്ഷാഫ്റ്റ് ആണോ, റെയർ എൻഡ് ഓഫ് ദി ക്രാങ്ക്ഷാഫ്റ്റ് ആണോ, മിഡിൽ ആണോ, അതോ നിയർ ദ വൈബ്രേഷൻ ചേമ്പർ? എവിടെയാണ്? ഇറ്റ് ഈസ് അറ്റ് ദ റെയർ എൻഡ് ഓഫ് ദി ക്രാങ്ക്ഷാഫ്റ്റിലാണ് കാണുന്നത്. 35ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഡീസൽ എഞ്ചിൻ ദ മാക്സിമം വാല്യൂ ഓഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് ലൈസ് വെൻ ദ ക്രാങ്ക് ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ്. മാക്സിമം വാല്യൂ ഓഫ് ടാൻജൻഷ്യൽ ഫോഴ്സ് കാണുന്നത് എവിടെയാണ്? ഡീസൽ അറ്റ് ആൻ ആംഗിൾ എത്രയാണ് ഡീസൽ എഞ്ചിനിൽ? ഇറ്റ് ഈസ് 30 to 40 ഡിഗ്രി. ഓക്കെ. 36ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ ദ ഗ്യാസസ് ഫ്ലോസ്. പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷനിൽ ഗ്യാസസ് ഫ്ലോസ് എങ്ങനെയാണ്? ഫെഡ് ഇൻ ടു ദ എഞ്ചിനാണ്. അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ, ക്ലച്ച് ഷാഫ്റ്റ് നമുക്ക് വേറൊരു പേര് പറയാം. ക്ലച്ച് ഷാഫ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ്മിഷൻ ഇൻപുട്ട് ഷാഫ്റ്റ് എന്നും പറയാം. 38ാമത്തെ ക്വസ്റ്റ്യൻ, ത്രോട്ട് ബിയറിംഗ് ഈസ് യൂസ്ഡ്. ത്രോ ഔട്ട് ബിയറിംഗ് ഈസ് യൂസ്ഡ് എന്തിനാണ്? ടു ഡിസിൻഗേജ് ദ ക്ലച്ചിനാണ് ത്രോ ഔട്ട് ബിയറിംഗ് യൂസ് ചെയ്യുന്നത്. 39ാമത്തെ ക്വസ്റ്റ്യൻ, റേഡിയേറ്റേഴ്സ് ആർ ജനറലി മെയ്ഡ് ഓഫ്. റേഡിയേറ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബ്രാസ് ആൻഡ് കോപ്പർ. 40ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടെമ്പറേച്ചർ ഓഫ് ദി ഇൻടേക്ക് എയർ ഇൻ ആൻ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ ഇൻക്രീസസ് വാട്ട് വിൽ ബി ഇറ്റ്സ് എഫക്റ്റ് ഓൺ എഞ്ചിൻ എഫിഷ്യൻസി? ഇൻടേക്ക് എയർ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനിലെ ഇൻടേക്ക് എയർ കൂടുകയാണെങ്കിൽ എന്ത് എഫക്റ്റ് ആ എഞ്ചിൻ്റെ എഫിഷ്യൻസിക്ക് എന്ത് പറ്റും? എഞ്ചിൻ്റെ എഫിഷ്യൻസി കുറയുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. അടുത്ത 41ാമത്തെ ക്വസ്റ്റ്യൻ, at the end of compression stroke in a diesel engine the pressure of air in the cylinder is about. കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ ഡീസൽ എഞ്ചിനിലെ പ്രഷർ ഓഫ് എയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇറ്റ് ഇസ് എബൌട്ട് 3.5 MPa റേഞ്ച് ആയിട്ട് വരുന്നത്. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഓപ്പറേഷൻ ഓഫ് ഫോഴ്സിങ് അഡീഷണൽ എയർ അണ്ടർ പ്രഷർ ഇൻ ദ എഞ്ചിൻ സിലിണ്ടർ ഈസ് നോൺ ആസ്. എന്താണ്? ദ ഓപ്പറേഷൻ ഓഫ് ഫോഴ്സിങ് അഡീഷണൽ എയർ അണ്ടർ പ്രഷർ ഇൻ ദ എഞ്ചിൻ സിലിണ്ടർ ഈസ് നോൺ ആസ് സൂപ്പർ ചാർജിങ്. എന്താണ് സൂപ്പർ ചാർജിങ്? 43ാമത്തെ ക്വസ്റ്റ്യൻ, ദ സൈസ് ഓഫ് ഇൻലെറ്റ് വാൽവ് ഇൻ കമ്പാരിസൺ ടു എക്സോസ്റ്റ് വാൽവ് ഈസ്. ഇൻലെറ്റ് വാൽവ് നമ്മുടെ എക്സോസ്റ്റ് വാൽവായിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏതിനാണ് സൈസ് കൂടുതൽ വരുന്നത്? മോറാണോ, കുറവാണോ, സെയിം ആണോ? എന്താണ്? ഇറ്റ് ഈസ് മോറാണ്, കൂടുതലാണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ എർത്ത് മൂവിങ് മെഷീൻസിൽ നമ്മൾ വൈഡ്ലി യൂസ്ഡ് എൻജിൻസ് എന്ന് പറയുന്നത് ഏതാണ്? എർത്ത് മൂവിങ് മെഷീൻസിൽ നമ്മൾ ഡീസൽ എൻജിനാണ് യൂസ് ചെയ്യുന്നത്. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഈ കാർബറേറ്റർ ഈസ് യൂസ് ടു സപ്ലൈ പെട്രോൾ ആൻഡ് എയർ. ഐഡ്ലർ ഗിയർ ഈസ് യൂസ് ടു എൻഗേജ്. ഏതാണ്? ഇറ്റ് യൂസ് ടു എൻഗേജ് റിവേഴ്സ് ഗിയർ. 47ാമത്തെ ക്വസ്റ്റ്യൻ, ദ ടെൻഡൻസി ഓഫ് ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർസ് വിത്ത് അൺഈക്വൽ ഓഫ് ഹാഫ് ഷാഫ്റ്റ് പുൾ ടു വൺ സൈഡ് ഡ്യൂറിങ് ആക്സിലറേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. ഏതാണ്? ടോർക്ക് സ്റ്റിയർ എന്നാണ് പറയുന്നത് ആ പ്രോസസ്സിന്. 48ാമത്തെ ക്വസ്റ്റ്യൻ, എ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് ഒക്കറിങ് ഇൻ ദ എൻജിൻ സിലിണ്ടർ ഇൻ കറക്റ്റ് സീക്വൻസിലെ സെറ്റ് ഓഫ് ഇവൻറ്റ്സ് നമ്മുടെ എൻജിൻ സിലിണ്ടറിൽ നടക്കുന്നു. അതിനെ പറയുന്ന പേരെന്താണ്? ഇറ്റ് ഇസ് സൈക്കിൾ. ആ ഒരു സൈക്കിൾ എന്നാണ് പറയുന്നത്. 49ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പൊസിഷൻ ഈസ് സ്യൂട്ടഡ് ടു ദ എൻജിൻ ടേം ഓഫ് ക്ലിയറൻസ് വോളിയം? ഏത് പൊസിഷനാണ് സ്യൂട്ടഡ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് പിസ്റ്റൺ അറ്റ് TDC ഇൻ ദ സിലിണ്ടറാണ്. പിസ്റ്റൺ അറ്റ് TDC ഇൻ ദ സിലിണ്ടറാണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ഡിറ്റോണേഷൻ ലെഡ് ടു ഏതാണ്? നോക്കിംഗ് സൗണ്ടാണ്. ഡിറ്റോണേഷൻ ലെഡ് ടു നോക്കിംഗ് സൗണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാർട്ട് 1ലെ 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ 50 ക്വസ്റ്റ്യൻസ് പഠിക്കുക, അതിൻ്റെ മീനിങ്സ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. നമ്മൾ മെക്കാനിക്കലിലെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. തിയറി ക്ലാസ് വേണമെന്നുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു ഡെയിലി നമുക്ക് 1 hour നമുക്ക് ലൈവ് സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെക്കാനിക്കലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആയുള്ളവരെല്ലാം നമ്മുടെ ലൈവ് സെക്ഷനിൽ വരിക. നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ലിങ്കും നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമുക്ക് നാളെ നമുക്കൊരു ക്ലാസ് വരുന്നുണ്ട് 11 മണിക്ക്. 3 ക്ലാസ് നാളെ ഉണ്ട്. നമ്മൾ 3 ക്ലാസ്സിലും എല്ലാവരും വരിക. നമ്മുടെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. അതുപോലെ നമ്മുടെ BTech നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നാളെ ചെയ്യുന്നത്. ഓക്കെ. നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോം നമുക്കറിയാം ഇന്ത്യയിലെ ലാർജസ്റ്റ് കേരള PSCയുടെ
ക്രാക്ക് നമുക്ക് കേരള പ്ലേസിലെ ഇന്ത്യയിലെ ലാർജസ്റ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. ഡിഫറെൻറ്റ് ബാച്ച് കോഴ്സസ് റണ്ണിംഗ് ആണ്. ഇപ്പം 30 ഡേയുടെ ഒരു ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടി ദൗത്യം എന്നൊരു ക്രാഷ് കോഴ്സ് റണ്ണിംഗ് ആണ്. 14th ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ്സസ് കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ 7th ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്ത ജയ്താവ് എന്നുള്ളൊരു 100 ബാച്ച് നമ്മൾ 10th ലെവലിൽ മെയിൻസിന് വേണ്ടിയുള്ള ഒരു ബാച്ചസും റണ്ണിംഗ് ആണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ നമ്മുടെ ബേസിക് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിക്സ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻറ്റ് അതിൻ്റെ കോഴ്സസ് നമ്മുടെ ക്ലാസ്സസും നടക്കുകയാണ്. ഓക്കെ, നമ്മുടെ ടെസ്റ്റ് സീരീസ് എല്ലാം നമ്മുടെ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലുണ്ടാവും. നമ്മുടെ ദൗത്യത്തിന് തന്നെ 2 മോക്ക് എക്സാംസ് ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് മോക്ക് എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീ കോഴ്സും പ്ലസ് കോഴ്സും നമ്മൾ വ്യത്യാസം പറയാം. ഫ്രീ കോഴ്സ് നമുക്ക് ലിമിറ്റഡ് സിലബസേ ഉള്ളൂ, മറ്റേത് ഫുൾ സിലബസ് കവർ ചെയ്യും. അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റും അതുപോലെ PDF നോട്ട്സും എല്ലാം നിങ്ങൾക്ക് റെഗുലർ ആയിട്ടുള്ള ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും പ്ലസ്സിൽ. നമ്മുടെ ഡിഗ്രി ലെവൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഓരോ മന്ത്ലി പ്ലാൻസും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ റെഫറൽ കോഡ് CINUANCI റെഫറൽ കോഡ് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത്. നമ്മുടെ അൺഅക്കാഡമിയിൽ 1 hour നിങ്ങൾക്ക് ഒരു ലൈവ് സെക്ഷൻസ് ഡെയിലി 1 hour ലൈവ് ക്ലാസ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് അടുത്ത ഒരു പാർട്ട് 2 നാളെ അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന ഓരോ വീക്കിൽ 1 വീക്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം നമുക്ക് നോക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ മെക്കാനിക്കൽ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.